ലോട്ടറിനെ പറ്റി ചോദിക്കണം. ലോട്ടറി നമുക്ക് കാണിക്കുന്ന അമ്പതിനെ പറ്റി എനിക്ക് പറയണം. അതിന് വേണ്ടിയാ ആദ്യം വേറെ ചോദിക്കും. അതായത് ഇപ്പൊ ചേട്ടൻ രമേശ് ചെന്നിത്തല നാട്ടുകാരനാണ്. അപ്പൊ ഇന്നലെ മുഖ്യമന്ത്രി അനൗൺസ് ചെയ്തു വി.ഡി. സതീശൻ. അതിന് തൊട്ടു മുന്നേ വരെ രമേശ് ചെന്നിത്തല പേരൊക്കെ ഉയർന്നു കേട്ടിരുന്നു മന്ത്രി ആവുന്ന ലെവലില്. മന്ത്രി ആയില്ല. മന്ത്രി ആവാൻ പറ്റാത്തതിൽ ചേട്ടൻ എന്താ പറയല്ലോ രമേശ് ചെന്നിത്തല നാട്ടുകാരെന്ന നിലയിൽ? എനിക്ക് ഒറ്റ കാര്യം രമേശ് ചെന്നിത്തല പറയാനുള്ളൂ. രമേശ് ചെന്നിത്തല ഈ കോൺഗ്രസിനെ രാജിവെക്കുക, രാജിവെച്ച് ബി.ജെ.പി അംഗത്വം എടുക്കുക. അത് മാത്രമേ രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിൽ ഉള്ള ബഹുമതിയുള്ളൂ. എന്ത് ഇങ്ങനെ പറയാനുള്ള കാരണം വെച്ചാൽ കോൺഗ്രസിനെ മൊത്തം അടുപ്പ് ഊരിയിരിക്കുക. ഇനിയിപ്പം മുസ്ലിങ്ങൾ പറയുമ്പോൾ വേണം പിന്നെ കോൺഗ്രസ് കേൾക്കേണ്ടത്. പിന്നെ സതീശൻ മുസ്ലിം ലീഗ് പറയുന്നത് വേണം സതീശൻ ചെയ്യേണ്ടത്. മുസ്ലിം ലീഗ് പറയും നീ തൂറ എന്ന് പറഞ്ഞാൽ സതീശൻ തൂറും, നീ പെടുക്കുക എന്ന് പറഞ്ഞാൽ സതീശൻ പെടുക്കും. അങ്ങനെയുള്ള കാലഘട്ടമായിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തലക്ക് എന്ത് വകുപ്പ് കൊടുക്കണം എന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കണം. അയാൾ കാര്യം വരുമ്പോൾ പിന്നെ മുഖ്യമന്ത്രി ആയതില്ല. അപ്പോൾ പിന്നെ ആർക്ക് കൊടുക്കേണ്ടത്? അയാൾക്ക് കൊടുക്കേണ്ടത്. അയാൾക്ക് ആ മെയിനായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടത്. അല്ലാതെ അയാൾക്ക് കൊടുക്കാൻ പാടില്ല. എന്ത് പറ്റിയിട്ടുണ്ടാവും? ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്താ കൊണ്ട് ഇങ്ങനെ? ഹൈക്കമാൻഡിന്റെ തീരുമാനം ആയാലും ഇതൊക്കെ കാണിച്ച അങ്ങേറ്റം പോക്കത്തരവാ. മനസ്സിലായി? എന്നാലും എനിക്ക് പറയാനുള്ളൂ. ചേട്ടന് ആവാൻ പറ്റാതെ ചേട്ടന് ദേഷ്യമോ അമർഷമൊക്കെ ഉണ്ട്? എനിക്ക് ദേഷ്യം അമർഷമുണ്ട്. അയാൾ ഒരു കോൺഗ്രസ് തന്നെ. അയാൾ ഇവിടെ ആദ്യം തൊട്ട് ഇവിടെ ആദ്യം കന്നി വോട്ട് തന്നെ അയാൾ ജയിച്ചത് അൽപ്പാട്ടിൽ നിന്നാണ്. ഞങ്ങളെ അയാൾക്ക് വേണ്ടി സഹായിച്ചതാണ്. മനസ്സിലായോ? അങ്ങനെയുള്ളവർ ഇന്നോട് ഞങ്ങൾ പറയും അയാൾ ജയിച്ചപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിരിക്കണം. ജനതയ്ക്ക് പിന്നെ ഏതാവും പഠിച്ചാലും കൊള്ളാം. ഈ ലോട്ടറിയുടെ കാര്യം മര്യാദയ്ക്ക് ലോട്ടറിക്ക് ജനങ്ങൾക്ക് പൈസ കൊടുക്കണം. മനസ്സിലായോ? ഇല്ലെങ്കിൽ മൈജൊക്കെ നിർത്താൻ പരിപാടി. വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഈ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത് പിണറായി വിജയനാണ്. അപ്പൊ പിണറായി വിജയന്റെ പ്രതിപക്ഷത്തെ നേരിലുള്ള ആളെ കെൽപ്പ് വി.ഡി. സതീശന്റെ മന്ത്രിസഭക്ക് ഉണ്ടാവുമ്പോൾ ഉള്ള ചോദ്യം. കാണത്തില്ല. അതിനുവേണ്ടി മൂന്ന് ബി.ജെ.പിയുടെ 3 തകർപ്പ മന്ത്രിമാർ കേട്ടിട്ടുണ്ട്. അവരുടെ വായിക്കാൻ നാക്കാൻ വേണ്ടി പറഞ്ഞ് സതീശനൊന്നും പറ്റത്തില്ല. അതിനുള്ള കെൽപ്പില്ല സതീശൻ. മുസ്ലിം ലീഗ് തൂറാൻ പറഞ്ഞാൽ അവൻ തൂറണം. ആ രീതിയിലാണ് ആ കണ്ടീഷനാണ് പോയിരിക്കുന്നത്. നിങ്ങൾ ടി വി കാണിക്കും. മനസ്സിലായി? ചെന്നിത്തലയുടെ നാട്ടുകാരനാണ് ഞാൻ. അരിപ്പാട്ടുകാരനാണ്. അരിപ്പാട്ടുകാരനും അല്ല, ഒരു 6 കിലോമീറ്റർ അപ്പുറമുള്ള ഞാൻ. അപ്പോൾ വി.ഡി. സതീശനെ ഇന്നലെ മുഖ്യമന്ത്രി അനൗൺസ് ചെയ്തു. അതിന് തൊട്ടു മുന്നേ വരെ രമേശ് ചെന്നിത്തലയുടെ പേരൊക്കെ ഉയർന്നു കേട്ടിരുന്നു മന്ത്രി ആവണം എന്ന ലെവലില്. അപ്പൊ ചോദ്യം മുഴുവൻ കേട്ടോ. അപ്പൊ ചേട്ടൻ ആഗ്രഹിച്ചിരുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്ന്? രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ചു. കാര്യം പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ നേതാവല്ലേ. ഈ വി.ഡി. സതീശൻ എന്ന് വന്നതാ? ഈ അടുത്താമത്ത് വന്നതല്ലേ. രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക മന്ത്രിസഭ ഇയാൾ നേതാവായപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്നു, ഒരു മന്ത്രിയായിരുന്നു. ആര്? ചെന്നിത്തല. ഇപ്പോഴും നേതാവായത്. പിന്നെ ആളുകളെല്ലാം കൂടെ പുള്ളി നിമിത്തമാണെന്ന് തോന്നുന്നു UDFന് ഇത്ര സീറ്റ് കിട്ടിയത്. വി.ഡി. സതീശൻ നിമിത്തമാണ് 101 സീറ്റ് ഇവിടെ 102 പിടിച്ചില്ലേ. പുള്ളിയുടെ ആ കഴിവ് കൊണ്ടാണ് പിടിച്ചത്. അത് സത്യമാണ്. അത് UDFന്റെ എല്ലാ ആളുകളും പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അർഹനല്ല മുഖ്യമന്ത്രി ആവാൻ. അർഹതല്ല. അർഹത ഇതൊക്കെ തന്നെ. ഈ രമേശൻ തന്നെ അർഹതൻ മുഖ്യമന്ത്രി ആകാനായിട്ട്. അറിയോ? ചേട്ടന് സങ്കടം ഉണ്ടോ മുഖ്യമന്ത്രി ആവാത്ത? ഉണ്ട്, വിഷമമുണ്ട്. പക്ഷെ ഇന്ത്യൻ്റെ ചരിത്രം ഇനി ഇവിടെ വോട്ട് ചെയ്യാൻ പോലും പോകത്തില്ല. ഇനി ഇവിടെ എലക്ഷനൊക്കെ വരും. രമേശ് രാജിവെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോയി ഞങ്ങൾ പോകത്തില്ല. രാജിവെക്കുമെന്നാ ഇപ്പം ആരോട് പറഞ്ഞിട്ട് രാജിവെക്കും. ഞാൻ വാർത്തൊന്നും കേട്ടില്ല. പുള്ളി MLA സ്ഥാനം രാജിവെക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട്. രാജി ചിലപ്പോൾ പുള്ളി BJPയിലോട്ട് പോകുമായിരിക്കും. രമേശ് ചെന്നിത്തല BJPയിലേക്ക് പോവായിരിക്കും. അല്ല, അവർ എവിടെ പോകാനാ? ഗതിയിലെ പുള്ളിക്ക് ഒരു മന്ത്രി അവർ കൊടുക്കുമായിരിക്കും. അവർ മന്ത്രിസ്ഥാനം കൊടുക്കുമായിരിക്കും. അങ്ങോട്ട് പോകാനല്ലേ രക്ഷയുള്ളൂ. രമേശ് ചെന്നിത്തല അങ്ങനെയുള്ള ചില പ്ലാനും പദ്ധതിയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അരിപ്പാട് മണ്ഡലത്തിൽ എങ്ങനെയാണ് പുള്ളി ജയിക്കത്തില്ല. അരിപ്പാട് മണ്ഡലമല്ലാതെ രമേശ് ചെന്നിത്തല എവിടെ ഇന്നാലും ജയിക്കത്തില്ല. ഇനി അടുത്ത പ്ലാൻ രാജിവെക്കുവാണെങ്കിൽ BJPയിലോട്ട് പ്ലാനായിരിക്കും. അവർ ഒരു മന്ത്രിസ്ഥാനമായിട്ട് കൊടുക്കുമായിരിക്കും. അതല്ലേ അങ്ങനെ? അല്ല, അപ്പൊ പുള്ളിക്ക് പാർട്ടിയിലുള്ളിൽ തന്നെ കുറെ ശത്രുക്കൾ ഉണ്ടെന്ന് തോന്നുന്നു. പാർട്ടിയുടെ ഉള്ളിൽ ഭയങ്കര ശത്രുക്കളുണ്ട്. ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ല. അയാള് KC വേണുഗോപാൽ 45 MLA എവിടുന്ന് കൊണ്ടുവന്ന് MLA ചെയ്ത്? KC വേണുഗോപാൽ എവിടുന്ന് കൊണ്ടുവന്ന് MLA കാശ് കൊടുത്ത് അഴിക്കൊക്കെ MLA കൊണ്ടുവന്നത്? അല്ല, എവിടുന്ന് MLA ഇത്രയും കൊണ്ടുവന്നത്? ഇപ്പോൾ ലീഗുകാരൻ കാല് വാരിയാലും അവർക്ക് സീറ്റുള്ളതുകൊണ്ടല്ലേ അവിടെ ഇളകി നിൽക്കുന്നത്. ലീഗുകാരങ്ങ് പോകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോൺഗ്രസ് സീറ്റുണ്ട്. അല്ലെങ്കിൽ മന്ത്രിസഭ ലീഗുകാരുടെ കാല് പിടിച്ച് കിടന്നേനെ. ഒരു 70-80 സീറ്റുണ്ടെങ്കിൽ ലീഗുകാരുടെ കാല് പിടിച്ച് കിടക്കത്തില്ലേ. ഇപ്പോൾ അതൊന്നും വേണ്ട. അവർക്ക് ഒന്നിച്ചുള്ള സീറ്റുണ്ട്.
തൂറ്റി ചില്ലുവാര സീറ്റുണ്ട്. അതുകൊണ്ടാണ് ഒന്നും പറയാതിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് സ്ഥാനം കൊടുക്കണം ചേട്ടാ ആഗ്രഹിക്കുന്നത്? രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൊടുക്കണം, അവന് വിജിലൻസ് കൊടുക്കണം. രണ്ടും കൊടുക്കണം. രണ്ടും ഒന്ന് പുള്ളിക്ക് കൊടുക്കണം. കൊടുത്ത അയാൾ പുള്ളി ഇതിനകത്ത് വരും, അപ്പോൾ ഒരു സമാനത്തിൽ വരും. അല്ലെങ്കിൽ ആ പുള്ളി നിൽക്കത്തില്ല. ഈ ഇതൊക്കെ അരിപ്പാട്ടുകാർ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ള കേരളത്തിന് ഒരുപാട് സപ്പോർട്ട് വി ഡി സതീശനാണ്. വി ഡി സതീശൻ ആയിരിക്കും കോളുകൾ വരും. മൊത്തം ഈ പുള്ളി ഞാനും പറഞ്ഞില്ലയോ, ഈ കോൺഗ്രസിന് നിലനിർത്തിയത് വി ഡി സതീശനാണ്. പറഞ്ഞില്ല, ഇത്ര സീറ്റ് പിടിപ്പിച്ചത് ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത് വി ഡി സതീശൻ്റെ. അന്നേരം നമ്മുടെ ഒരു സങ്കടം കൊണ്ട് പറയുവാണ് വി ഡി ചെന്നിത്തലയ്ക്ക് ഇത് കൊടുക്കണം. നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ ചേട്ടാ ആഗ്രഹിച്ചിരുന്നു സ്വന്തം നാട്ടിൽ നിന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി സ്ഥാനം ഒന്നും വേണ്ട പുള്ളിക്ക് ഇത് തന്നെ കൊടുത്തേച്ചാൽ മതി. മുഖ്യമന്ത്രി പുള്ളി അങ്ങ് ആയിക്കോട്ടെ. പക്ഷെ പുള്ളിക്കൊരു സങ്കടം ഉണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളിൽ കുറെ സങ്കടങ്ങളുണ്ട് മുഖ്യമന്ത്രി ആവാത്ത പറ്റാത്ത. കാര്യം പറഞ്ഞാൽ ഇനി പുള്ളിക്ക് മുഖ്യമന്ത്രിൻ്റെയും രക്ഷയില്ല. ഇനി 65-70 വയസ്സായില്ലേ, ഈ സമയത്ത് പുള്ളിക്കൊരു മുഖ്യമന്ത്രിയായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇതുകൊണ്ടാണ് മനപ്രയാസത്തിൽ പുള്ളി ഇതൊക്കെ കൈകാര്യം ചെയ്യും. മുഖ്യമന്ത്രി ആഞ്ഞു പുള്ളിക്ക് പറ്റില്ല. 70 വയസ്സായി. ഇനി പറ്റത്തില്ല. അതുകൊണ്ടാണ്. വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിച്ച് പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശനാണ്. അപ്പോൾ ചോദ്യം പറഞ്ഞാൽ പ്രതിപക്ഷത്തെ പിണറായി വിജയന്റെ പ്രതിപക്ഷത്തെ നേരിടാനുള്ള കെൽപ്പ് വി ഡി സതീശന്റെ മന്ത്രിസഭക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. വി ഡി സതീശന്റെ മന്ത്രിസഭയിൽ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വന്നില്ലേ? പിണറായി വന്നപ്പോൾ ചിലപ്പോൾ എൻ്റെ സംശയം പെണ്ണുമ്പഴയുടെ പേരെന്തുവാ കുത്തിക്കൊന്നേ ചിലപ്പം പിന്നെ സ്പീക്കർ ആവുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു സംശയങ്ങളൊക്കെ ഉണ്ട്. ആളുകളെല്ലാം പറയുന്നുണ്ട് സാറേ എന്ന് പിണറായി വിളിക്കണമെന്നുണ്ട്. സംശയങ്ങൾ ഇവിടെ അരിപ്പാട് മണ്ഡലത്തിൽ പറയുന്നുണ്ട്. പറഞ്ഞില്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ എന്നാലും അവരാകുമെന്ന് ചിലപ്പോൾ കോൺഗ്രസ് സർക്കാർ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ വിളിക്കേണ്ടി വരും. അല്ല, ചോദ്യം പറഞ്ഞല്ലേ പിണറായി വിജയന്റെ മന്ത്രിസഭയെ നേരിടാനുള്ള കെൽപ്പ് വി ഡി സതീശന്റെ മന്ത്രിസഭയ്ക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. പിണറായി വിജയന്റെ പ്രതിപക്ഷത്തെ നേരിടാനുള്ള കെൽപ്പ് വി ഡി സതീശന്റെ മന്ത്രിസഭയ്ക്ക് ഉണ്ടാവും. ഉണ്ട്. അതിനുള്ള കച്ച് ഉണ്ട്. അല്ല, കാരണം എന്താണ് കോൺഗ്രസിൽ ഇപ്പൊ തന്നെ ഭയങ്കര തമ്മിലടികളാണ്. അതൊക്കെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് റെഡിയാവും. കൂടി വന്നിട്ട് 2 ആഴ്ചക്കുള്ളിൽ ഇതെല്ലാം റെഡിയാവും. രമേശ് ചെന്നിത്തല വരെ ഒതുക്കി കൈ കൊടുക്കും. അപ്പോഴത്തേക്ക് പ്രതിപക്ഷ നേതാവും എല്ലാം കൂടെ ഒരുമാതിരി റെഡിയാവും. അല്ല, ഒരു കുഴപ്പം. അനൗൺസ് ചെയ്ത് വി ഡി സതീശൻ എന്നുള്ള പേര് മുഖ്യമന്ത്രി അതിന് തൊട്ട് മുന്നേ വരെ രമേശ് ചെന്നിത്തല എന്നുള്ള പേരൊക്കെ ഉയർന്നു കേട്ടിരുന്നു. അപ്പൊ ചേട്ടൻ രമേശ് ചെന്നിത്തല നാട്ടുകാരുടെ നിലയിൽ ചേട്ടൻ എന്താ പറയാനുള്ളത്? ചേട്ടൻ ആഗ്രഹിച്ചിരുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവുന്ന ലെവലിൽ? അതൊന്നും പ്രതീക്ഷിച്ചിരുന്നു, അത് നടന്നില്ലല്ലോ. ചേട്ടൻ ആവാൻ പറ്റാത്തതിലൊരു സങ്കടം ഉണ്ടോ? പിന്നെ പ്രാവശ്യം മുഖ്യമന്ത്രി ആകുമെന്നായിരുന്നു ഞങ്ങളെല്ലാവരും വിചാരിച്ചത്, ഈ നാട്ടുകാർ. ആകാഞ്ഞതിൻ്റെ അകത്ത് എല്ലാവർക്കും, ഈ നാട്ടുകാർക്ക് മൊത്തം പുള്ളിയുടെ കാര്യത്തിൽ ഒരു സങ്കടമുണ്ട്, നാട്ടുകാർക്കും ഉണ്ട്. അത്ര തന്നെ. പുള്ളിക്ക് ഇനി ഏത് വകുപ്പ് കൈകാര്യം ചെയ്യണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കും? ഷാജിൻ്റെ അഭിപ്രായം എന്താ? ആഭ്യന്തരം എന്നൊക്കെ പറയുന്നത് ആഭ്യന്തര സ്ഥാനം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് എല്ലാവർക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആഭ്യന്തരം വേണമെന്നുള്ള ഒരു ഉന്നയിക്കുന്നുണ്ട്. കുറി ഇട്ടാൽ മതി ഇനി ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ. ഇപ്പം നാല് പേരുണ്ടെങ്കിൽ 4 പേരുടെയും പേര് എഴുതി ഒരു കുറി ഇട്ട് നോക്കുക, ആര് വീഴുന്നോ അവർക്ക് കൊടുക്കുക. അതതിനിപ്പോൾ നടക്കത്തുള്ളൂ. ഇത് മൊത്തത്തിൽ ഇങ്ങനെ കുറിയിട്ട് നോക്കിയിട്ടാണ് കോൺഗ്രസ് എല്ലാവരും തീരുമാനിക്കുന്നത്. അതാണ് കുറച്ച് പ്രശ്നം. രമേശ് ചെന്നിത്തല ജയിക്കണമെന്നായിരുന്നു ഇവിടെ എല്ലാവർക്കും. ഈ ആലപ്പുഴയിൽ എല്ലാവരുടെ അഭിപ്രായം ഇത് തന്നെയായിരുന്നു. പക്ഷെ അങ്ങൾക്കൊക്കെ എല്ലാവർക്കും അതിൻ്റെ സങ്കടമുണ്ട്, ബുദ്ധിമുട്ടുകളും ഉണ്ട്. വേറൊരു ചോദ്യം ചോദിക്കണേലേ, ഇപ്പോൾ പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ പിണറായി വിജയന്റെ പ്രതിപക്ഷത്തെ നേരിടാനുള്ള കെൽപ്പ് വി ഡി സതീശന്റെ മന്ത്രിസഭക്ക് ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടാവും. ചേട്ടാ UDF പ്രവർത്തന അങ്ങനില്ല. നമ്മൾ കുഞ്ഞിലെ പോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കൊരു പാർട്ടിയില്ല. പിന്നെ ഇദ്ദേഹത്തിലൂടെ നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. കളിപ്പീരും വഞ്ചനയില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. അല്ല, രമേശ് ചെന്നിത്തലയ്ക്ക്. പിണറായി വിജയന നമുക്ക് അറിയത്തില്ലല്ലോ. പുള്ളിയെപ്പറ്റി 199 പേരും പുള്ളിയെപ്പറ്റി അഭിപ്രായ വ്യത്യാസങ്ങളാണ് പറയുന്നത്. പിണറായിയെ പറ്റി പുള്ളിന് നന്മ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. നന്മ ചെയ്തെങ്കിൽ തന്നെയും ഈ ശബരിമല പ്രശ്നങ്ങളൊക്കെ ഇത്രയും കുഴഞ്ഞിട്ട് വന്നിട്ടും പുള്ളിയെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ. എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളോളം ഉണ്ട് സ്വർണ്ണം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടേ പുള്ളിയെ കൊണ്ടൊന്നും കുത്തിപ്പോക്കാനൊന്നും സാധിച്ചില്ലല്ലോ.
എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതേപോലെ തന്നെ ചേട്ടൻ രമേശ് ചെന്നിത്തല നാട്ടുകാരനാണ്. ഇവിടെ കുറെ കാലം നിന്ന് ആളാണ് പുള്ളി, 25 കൊല്ലം നിന്ന്. എന്നിട്ട് പുള്ളിക്ക് ഇത് മന്ത്രി ആവണേനും വി ഡി സതീശൻ മന്ത്രി ആവണേനും തൊട്ട് മുന്നേ വരെ രമേശ് ചെന്നിത്തലയുടെ പേരാണ് ഉയർന്നു കിട്ടുന്നത് കുറേ രീതിയിലൊക്കെ. അപ്പോൾ ചേട്ടൻ ആഗ്രഹിച്ചിരുന്നു രമേശ് ചെന്നിത്തല മന്ത്രി ആവണ രീതിയിൽ ചേട്ടൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇവിടെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവിടുത്തെ MLA അല്ലേ, അപ്പോൾ ഇവിടുത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, പണ്ട് കർണാകരനെ ഇയാൾ കളിപ്പിച്ചതിൻ്റെ പേരില്ല അതേ കൊല്ലത്ത് പണി കിട്ടുന്നത് കൊല്ലത്തെ പണ്ട് പറഞ്ഞില്ലയോ, കൊല്ലത്ത് എന്താ പറഞ്ഞില്ലയോ, വഴുതലുണ്ടായിരുന്നില്ലേ, അതേ സംഭവമായി പോയത്. എന്ന് വെച്ചാൽ കർണാകരനെ പൊക്കിക്കൊണ്ട് വന്നു, കർണാകരനാണ് ഇയാളെ പൊക്കിക്കൊണ്ട് വന്നത്. കൊച്ചിയിലെ 26-ാമത്തെ വയസ്സിൽ മുതൽ മന്ത്രിയായില്ലേ പൊണിക്കണ്. ലാസ്റ്റ് അയാൾക്ക് പണി കൊടുത്തു, ആ പണി അതേപോലെ ഇപ്പം തിരിച്ചു കിട്ടി. പക്ഷെ നമുക്ക് മന്ത്രിയാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ഇപ്പം സതീശന്റെ താഴെ ഇയാൾ മന്ത്രിയാവത്തില്ല. അപ്പൊ പുള്ളിയുടെ സ്വഭാവം ഗുണം കൊണ്ട് തന്നെയാണ് മന്ത്രിയാവാത്തത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കൊല്ലത്തും കിട്ടും എന്ന് പറയാൻ ആ പണിയാണ് ഇപ്പൊ അയാൾക്ക് കിട്ടിയത്. പക്ഷേ ഇതേ മന്ത്രി ആവേണ്ടതായിരുന്നു, മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നു. പക്ഷേ ഒരു സതീശന്റെ താഴെ ഇയാൾ നിൽക്കത്തില്ല. സതീശൻ മുഖ്യമന്ത്രി ആകുമ്പോൾ അതിന് താഴെ ഒരു വകുപ്പ് ഇയാൾ എടുക്കത്തില്ല. എന്നുവെച്ചാൽ അയാൾക്ക് ഇനി ഇതും കൂടെ ഉള്ളൂ. ഇപ്പൊ 70 വയസ്സാകാൻ പോകുന്നു, ഇനി ഈ കൊല്ലം കൂടെ ഇതും കൂടെ ഉള്ളൂ, അടുത്ത് നിൽക്കത്തില്ല അയാള്. പുള്ളിക്ക് ഏത് സ്ഥാനം കൊടുക്കണം ആഗ്രഹിക്കുന്നത് മന്ത്രി? വേണ്ടത് അല്ല രമേശ് മറ്റെടുക്കത്തില്ല, ആഭ്യന്തരം എടുക്കത്തില്ല അയാള്. രമേശ് ചെന്നിത്തല ആഭ്യന്തരം എടുക്കില്ല, ഇല്ല എടുക്കത്തില്ല എന്നല്ല പറഞ്ഞപ്പം. എൻ്റെ പേര് ഗോപി. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു വി ഡി സതീശനാണ് മുഖ്യമന്ത്രി. അതിന് തൊട്ട് മുന്നേ വരെ രമേശ് ചെന്നിത്തലയുടെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വാർത്തകളിലും വന്നിട്ടുണ്ടായിരുന്നു, ആവുമെന്നുള്ളതിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ രമേശ് ചെന്നിത്തലയുടെ നാട്ടുകാരെന്ന നിലയിൽ ചേട്ടൻ എന്താ പറയാനുള്ളത്? ഞാൻ കോൺഗ്രസിൽപ്പെട്ട ആളല്ല, ജനതാളെന്ന് പറഞ്ഞൊരു പാർട്ടിക്കകത്തുള്ള ആളാണ്. പിന്നെ രമേശ് ചെന്നിത്തല ഇവിടെ വരുന്നെങ്കിൽ നല്ലത് തന്നെയാണ്. കാരണം അദ്ദേഹം പല വികസനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ കൂടുതൽ വികസനങ്ങളും ഉണ്ടാവും. അതാണ് എൻ്റെ ആഗ്രഹം. ആഗ്രഹിച്ചിരുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്നുള്ള സ്വന്തം നാട്ടുകാരെന്ന നിലയിലാണ് ചേട്ടൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടാവാൻ പറ്റാത്തിരുന്നത്? പാർട്ടിയിൽ തന്നെ കുറേ രീതിയിൽ വിള്ളലുകൾ ഉള്ളതുകൊണ്ടാണ്. അതെന്ന് പറഞ്ഞാൽ KC വേണുഗോപാലിന് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും വി ഡി സതീശനും ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടി ചെയ്താൽ ഇദ്ദേഹത്തിന് കൊടുക്കുമെന്നായി വെച്ച്. ഇദ്ദേഹം സീനിയർ രമേശനില്ല, പുള്ളി മന്ത്രിയായിട്ടിരുന്നുണ്ട്, MP ആയിട്ടിരുന്നിട്ടുണ്ട്, ഒരു സീനിയറാണ് ഒരുപാട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ ഇതിൽ എല്ലാം അദ്ദേഹം ഉള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് സ്ഥാനം കൊടുക്കണമെന്ന് ചേട്ടാ ആഗ്രഹിക്കുന്നത്? നമ്മൾ ഒരു ആഗ്രഹിക്കുന്ന ആഭ്യന്തരങ്ങളും അദ്ദേഹത്തിന് കൊടുക്കണം. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിന് ഒരു കഴിവുള്ള ഒരു മനുഷ്യനും. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് നേരത്തെ ഇരുന്നതല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത്. വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ പ്രതിപക്ഷത്തെ നേരിടാനുള്ള കെൽപ്പ് വി ഡി സതീശൻ്റെ മന്ത്രിസഭയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ രമേശ് അല്ല പിണറായി വിജയന്റെ പ്രതിപക്ഷത്തെ നേരിടാനുള്ള കെൽപ്പ് വി ഡി സതീശന്റെ മന്ത്രിസഭയ്ക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അദ്ദേഹം നല്ലൊരു നേതാവ്, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അദ്ദേഹത്തിനെ പ്രതിപക്ഷ നേതാവ് ആക്കിയത്. നേരത്തെ ആക്കണ്ടെന്നൊക്കെ വിചാരിച്ചാണല്ലോ. പ്രതിപക്ഷ പുള്ളി അത് രാഹുൽ മാങ്കൂട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. LDF എന്ത് തീരുമാനിക്കണം പുള്ളി തന്നെ തീരുമാനിക്കും, പുള്ളി തന്നെ അതാവുന്നതാണ്. അതായത് പുള്ളി തന്നെ തീരുമാനിക്കാം, ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് ചെയ്യാതെ ഞാൻ തന്നെ തീരുമാനിക്കാം, ഞാൻ തന്നെ എല്ലാവരും കൈയടിക്കുക, ആ ലെവലിലാണ് വർത്തമാനം. അല്ല, അങ്ങനെയൊന്നുമില്ല, പാർട്ടി തീരുമാനിക്കുന്നത്. പാർട്ടി എന്ന് പറഞ്ഞാൽ അവസാന വാക്ക് പിണറായി വിജയൻ എന്നാണ്. അതെ ആണല്ലോ, അതുകൊണ്ടല്ലേ പ്രതിപക്ഷ നേതാവായത്. ഈ സതീശനാണ് മുഖ്യമന്ത്രി. അതിന് തൊട്ട് മുന്നേ പേരെ രമേശ് ചെന്നിത്തല എന്നുള്ള പേരൊക്കെ ഉയർന്ന് കേട്ടിരുന്നു. അപ്പോൾ ചേട്ടന് എന്താണ് പറയാനുള്ളത്? സ്വന്തം രമേശ് ചെന്നിത്തല നാട്ടുകാരെന്ന നിലയിൽ മുഖ്യമന്ത്രി ആയില്ല. പുള്ളി ചേട്ടൻ ആഗ്രഹിച്ചിരുന്നു മുഖ്യമന്ത്രി അനുസരിച്ച് രമേശ് ചെന്നിത്തല സ്ഥാനം കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് കൊടുത്തില്ല. ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ച് അവർ ഇദ്ദേഹം മുഖ്യമന്ത്രി ആവുമെന്ന്. ഹരിപ്പാടിൻ്റെ ഒരു മുഖ്യമന്ത്രി ഹരിപ്പാടിൻ്റെ ഒരു മുഖ്യമന്ത്രി ആയിട്ട് വരുമെന്ന് വിചാരിച്ചു. ആവാൻ പറ്റാത്തതിൽ ചേട്ടൻ്റെ സങ്കടം ഉണ്ട്. പറ്റാത്തതിൽ അങ്ങനെ വിഷമമുണ്ട്. കാര്യം നമ്മുടെ സ്ഥലത്ത് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് നമുക്കൊരു സന്തോഷമല്ലേ.
ഇനി അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ആവാൻ പറ്റും, UDF സ്ഥാനം കിട്ടുമെന്ന് തന്നെ പുള്ളിക്ക് ആവാൻ പറ്റില്ല. പുള്ളി ഓൾറെഡി 70 വയസ്സ് കഴിഞ്ഞു പോയി. അതാണ് ലാസ്റ്റ് ഇപ്പം ഇത്ര സീനിയാരിറ്റി അനുസരിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുക്കേണ്ടതായിരുന്നു ഒരു മുഖ്യമന്ത്രി സ്ഥാനം. പക്ഷെ അത് കൊടുത്തില്ല. ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയ അടുത്ത പ്രാവശ്യം ഉണ്ടാവില്ലല്ലോ പുള്ളിയെ. ഇല്ല, അടുത്ത പ്രാവശ്യം കാണും. എല്ലാവർക്കും അറിയാം, കോൺഗ്രസ് എല്ലാവർക്കും അറിയാം. പിന്നെ എന്ത് ചെയ്തു എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരിപ്പം എങ്ങനെ ചെയ്തെന്നുള്ളത് അറിയാം. ഇപ്പം ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് അതിനെ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പം രമേശ് ചെന്നിത്തല സാർ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അതായത് എന്താ പറയാ, പക്ഷേ ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. 3 പേരുടെ അങ്ങനെ പറഞ്ഞപ്പോഴേ ഹൈക്കമാൻഡിൽ പോയി എല്ലാ കാര്യങ്ങളും തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ അത് രമേശ് ചെന്നിത്തല സാറിന് മുഖ്യമന്ത്രിയായിട്ട് കിട്ടുമെന്നുള്ള ഒരാഗ്രഹമായിരുന്നു പോയത്. കുഞ്ഞു പുള്ളിക്ക് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യാൻ കൊടുക്കണമെന്ന് പറയണത്? അതിനെപ്പറ്റി നമുക്കൊന്നും പറയാം. കാര്യം എന്താണെന്നറിയാമോ, അത് മന്ത്രിസഭ കൂടി തീരുമാനമെടുക്കേണ്ട കാര്യം. പുള്ളിക്ക് ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്ന കൈകാര്യം നേരത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന ആളാണ്. പക്ഷേ ഇത്തവണ ആഭ്യന്തരം കൊടുക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടാണ്. പക്ഷേ ഇതിനിടയ്ക്ക് തിരുവഞ്ചൂർ സാർ പറയുന്നത് കേട്ട് അദ്ദേഹത്തിന് വേണമെന്ന് ആഭ്യന്തരം. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തോ സ്ഥാനമോ കൊടുക്കുന്നത് നമുക്കറിയാനൊക്കെ. ശരി. ഇപ്പോൾ അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ പ്രതിപക്ഷത്തെ നേരിടാനുള്ള കെൽപ്പ് ഇപ്പോഴത്തെ VD സതീശൻ്റെ മന്ത്രിസഭയ്ക്ക് ഉണ്ടാവുമോ ഉള്ളത് വലിയൊരു ചോദ്യമാണ്. അല്ലാതെ ഇപ്പോഴേ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നെങ്കിലും അദ്ദേഹം ഈ 10 വർഷം ഒരുമിച്ച് പിന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രതിപക്ഷമായിട്ട് ഇപ്പോൾ ഇരിക്കേണ്ടി വന്നെങ്കിലും അദ്ദേഹത്തിന് അതിൻ്റെ ആയിട്ടുള്ള കുറേ പിന്നെ ഈ ചുമതലകളൊക്കെ കുറേ അറിയാമല്ലോ. മന്ത്രിസ്ഥാനത്തൊക്കെ ഇരുന്ന് മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നുകൊണ്ട് ഇതിൻ്റെ വകുപ്പുകളൊക്കെ തന്നെ അറിയാം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അപാകത വരുവാണെന്ന് തരില്ല. അപ്പോൾ അത് ഇവർ ചോദ്യം ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നടത്തും. അത്രയേ ഉള്ളൂ. മന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചു. ഇന്നലെ VD സതീശനാണ് മന്ത്രി എന്നൊക്കെ അനൗൺസ് ചെയ്തത്. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. അപ്പോൾ ചേട്ടൻ പ്രതീക്ഷ ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ആവുന്ന രീതിയിൽ എന്തെങ്കിലും? ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല ഇവിടെ MLA ആയിട്ട് നിന്ന വർഷം ഞാൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരനാണ്. രമേശ് ചെന്നിത്തല ഇവിടെ മണ്ഡലത്തിൽ ആദ്യമായിട്ട് വന്ന സമയം പോലെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ ശാരീരിക അസ്വസ്ഥത കാരണം ഇപ്പം കുറേ ഒന്ന് മാറിയെങ്കിലും രാഷ്ട്രീയമായിട്ടും ബന്ധമുണ്ട്. പക്ഷെ എനിക്ക് പാർട്ടിയാണ് പറയുന്നത്. കോൺഗ്രസ് ആണ് വലുത്. പാർട്ടിയുടെ തീരുമാനമാണ്. പാർട്ടി തീരുമാനം എന്തായാലും ഞാൻ അതിനെ അംഗീകരിക്കാം. പാർട്ടി ചേട്ടൻ ചെറുതായിട്ട് ഒരു വ്യക്തിയെ ഞാൻ വലുതായിട്ട് കണ്ടിട്ടില്ല. ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. പിന്നെ കഴിവുള്ളവരെ വളർത്തിക്കൊണ്ട് വരണം. പാർട്ടിയാണ് പറയുന്നത്. പാർട്ടിക്ക് അടുത്ത പ്രാവശ്യം ഭരണം കിട്ടണം എന്നുള്ള തോന്നൽ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ഉണ്ടാകും. അതായത് ഹരിപ്പാട് രമേശ് ചെന്നിത്തല മണ്ഡലം. അപ്പം നമ്മൾ എന്തായാലും നമ്മളെ നാട്ടിൽ നിന്ന് ഒരാള് നമുക്കൊരു മുഖ്യമന്ത്രി മുഖ്യം എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. അപ്പൊ അങ്ങനെ രീതിയിൽ ചേട്ടൻ ആലോചിച്ചിട്ടേ ഇല്ല. ഇതൊക്കെ അങ്ങനെ ഒരു വിഷയം ആലോചിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് എന്തുമാത്രം വളരാൻ പറ്റുന്നുവോ അത് സന്തോഷമേ ഉള്ളൂ. ആൾക്ക് മുഖ്യമന്ത്രി ആയാലും സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറയാൻ കോൺഗ്രസ്സുകാരനുള്ളതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ല അപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് സ്ഥാനം കൊടുക്കണം അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അത് പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനം എന്തും അദ്ദേഹം സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കുക. അല്ല അദ്ദേഹം ഒഴിഞ്ഞു പോകുന്ന എനിക്ക് അങ്ങനെ രമേശിന് സ്ഥാനം വേണമെന്നുള്ള ആഗ്രഹക്കാരനല്ല ഞാൻ. അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനം പാർട്ടിക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കട്ടെ. വേറെ കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പോൾ എന്തായാലും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ച് പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത്. ഈ VD സതീശൻ്റെ മന്ത്രിസഭ പിണറായി സർക്കാർ പ്രതിപക്ഷത്തിനെ നേരിടും. ശരി പറഞ്ഞാൽ നേരിടും. പ്രതിപക്ഷത്തിന് ശരിയായിട്ട് തന്നെ നേരിടും. കാരണം VD സതീശനെ സംബന്ധിച്ചുള്ളൂ അദ്ദേഹം കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പിന്നെ ഭരണപക്ഷത്തെ എങ്ങനെ നേരിട്ടോ അതേ ധൈര്യത്തിൽ പ്രതിപക്ഷത്തെ അദ്ദേഹത്തിന് ഭരണകാലം വരെ നേരിടുമെന്നുള്ള ചങ്കുറ്റണിക്കുണ്ട്. പിണറായി പ്രതിപക്ഷത്തിന്റെ മുന്നിൽ VD സതീശ മന്ത്രിസഭ കുലുങ്ങാൻ ചാൻസ് ഉണ്ടോ? 99% ഉറപ്പില്ല. കുലുങ്ങില്ല. പിണറായി കുറച്ച് വേർക്കേണ്ടി വരും. എനിക്ക് ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ നിലപാടനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളും. ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടല്ലോ, അപ്പൊ ഇന്നലെയാണ് മുഖ്യമന്ത്രി അനൗൺസ് ചെയ്തത് VD സതീശനാണ്. അപ്പൊ ചേട്ടൻ രമേശ് ചെന്നിത്തല മണ്ഡലമാണ്. കുറെ ആൾക്കാർ രമേശ് ചെന്നിത്തലയുടെ പേരൊക്കെ ഉയർത്തി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടന്റെ അതായത് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ നിന്ന് ഒരു ആളെന്ന നിലയിൽ ചേട്ടൻ ആഗ്രഹിച്ചിരുന്നോ രമേശ് ചെന്നിത്തല വരും എന്ന രീതിയിൽ? ഞാനും പ്രത്യേകിച്ച് ആഗ്രഹിച്ചു. കാരണം നമുക്കൊരു മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു സ്വന്തം നാട്ടിൽ ഒരു മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ആ സന്തോഷം
ഹൈക്കമാൻഡ് എല്ലാം കൂടെ തട്ടിക്കളഞ്ഞ് അദ്ദേഹത്തിന് ഇവിടുത്തെ ഒരു രീതിയിൽ പുള്ളിയുടെ ഏറ്റവും വലിയ വിശ്വസനായിരുന്നു ഞാൻ. ഈ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ വിശ്വസനായിരുന്നു. പക്ഷെ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടും സങ്കടമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹരിപ്പാട് മണ്ഡലത്തിലേക്ക് വരുവാണെങ്കിൽ ഹരിപ്പാടത്തിൽ അത്രയും ഒരു വികസനം ഉണ്ടായേനും പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ അത് ഹൈക്കമാൻഡ് എല്ലാം കൂടെ അത് തീരുമാനിച്ച് അദ്ദേഹത്തെ വേണ്ട എന്നുള്ള തീരുമാനത്തിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സങ്കടമുണ്ട് ചെറുതായിട്ട്. പിന്നെ നമുക്ക് സങ്കടമുണ്ട്. കാരണം നമ്മൾ നിഷ്പക്ഷമുള്ള ആളല്ല. കാരണം നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് നമ്മുടെ മണ്ഡലത്തിൽ ഒരു നല്ല പുരോഗമനം ഉണ്ടാകും എന്നുള്ളതിനാണ്. ഇപ്പോൾ ഹരിപ്പാടായാലും നമുക്ക് നമ്മുടെ ഹരിപ്പാട് തന്നെ വലിയൊരു പുരോഗമനം ഉണ്ടാവണം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ നടന്നതൊക്കെ. പക്ഷെ അത് എല്ലാം കൂടെ ഒരു ഡൽഹി പോയി അതിൻ്റേതായ തീരുമാനങ്ങൾ എടുത്തിട്ട് ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ ഇല്ലാതാക്കുകയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് വിഷമമായി. പിന്നെ അതിൽ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്. നമുക്ക് പിന്നെ ഒരുപാട് കണ്ടു. കാരണം നമ്മുടെ മണ്ഡലമല്ലേ ഇത്. അപ്പോൾ ആ മണ്ഡലത്തിലാകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സങ്കടം നമുക്കുണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ നടന്നതൊക്കെ. അതായത് നമ്മളൊന്നും അറിഞ്ഞില്ല. കാരണം ഇപ്പോൾ ഇത്രയും പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ ഏതാനും നിമിഷം ഒരു ആഴ്ച കഴിഞ്ഞാൽ മതി. അപ്പോൾ ആ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് എടുക്കാമായിരുന്നു. ഇതിപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ച് പല പല മേഖലകളിലേക്കാണ് വന്നിരിക്കുന്നത്. പല മേഖലകളിലേക്കും വന്ന് KC വന്നു, രമേശ് ചെന്നിത്തല വന്നു, VD സതീശൻ വന്നു. ഇവർ മൂന്നും കഴിവറ്റ ഒരു മന്ത്രി സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാരാണ്. ഇനി വേറെ ചോദിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ചു പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവ്. പിണറായി വിജയന്റെ പ്രതിപക്ഷത്തെ നേരിടാനുള്ളത് മന്ത്രിസഭ VD സതീശൻ ഉണ്ടാവും. അത് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതുപോലെ ഒരു ഇരട്ടച്ചങ്കനാണ്. അദ്ദേഹത്തിന് നേരിടാനുള്ള അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ശേഷിയുണ്ട്. ഇപ്പോൾ ഇന്നലെ മുഖ്യനെ പ്രഖ്യാപിച്ച് VD സതീശനാണ് മുഖ്യമന്ത്രി. അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട് വരെ രമേശ് ചെന്നിത്തലയുടെ പേരൊക്കെ മന്ത്രിസഭയെ ഉയർന്നിരുന്നു. അതായത് മന്ത്രിയാവും, രമേശ് ചെന്നിത്തല മന്ത്രിയാവുന്ന നിലയിൽ. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ നാട്ടുകാരൻ നിലയിൽ ചേട്ടന് എന്താ പറയാനുള്ളത്? ചേട്ടൻ ആഗ്രഹിച്ചിരുന്നു രമേശ് ചെന്നിത്തല മന്ത്രി ആവണമെന്ന രീതിയിലൊക്കെ ഒരു നമ്മുടെ മണ്ഡലത്തിലുള്ള MLA അല്ലേ ആകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. ആകില്ല, എന്ത് ചെയ്യാൻ? സങ്കടം ഉണ്ടോ? പിന്നെ എന്തുകൊണ്ടായിരിക്കും ആക്കാതിരുന്നത്? അതറിയത്തില്ല. ഒരു പാർട്ടിക്കാരല്ലേ, അവര് തീരുമാനിക്കും. അവര് ഇത്രേ ഉള്ളൂ. ചില യോഗ്യനായിരുന്നു അല്ലേ? ആയിരുന്നു. ചേട്ടന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് സങ്കടമുണ്ട്? ഇപ്പൊ വേറെന്താ പറയാനുള്ളതില്? ഒന്നും പറയാനില്ല. ഇപ്പൊ ആയില്ലേ. ഇപ്പൊ നമുക്കൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നും കേൾക്കത്തില്ലല്ലോ. നമ്മളെന്താ പറയാനാ? ഈ പാർട്ടിക്കുള്ളിൽ തന്നെ രമേശ് ചെന്നിത്തല കുറെ ശത്രുക്കളുണ്ടോ? ശരിക്കും ഇല്ല, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. കേട്ടില്ല. പാർട്ടിക്കാരില്ലേ, അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ എന്തായാലും. ഈ ഹരിപ്പാടിന് വേണ്ടിട്ട് കുറെ വികസനങ്ങൾ ചെയ്തിട്ടുണ്ടോ രമേശ് ചെന്നിത്തല? ഹരിപ്പാട് വികസനമുണ്ട്, വികസനം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന് അനൗൺസ് ചെയ്ത് പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ പിണറായി വിജയന്റെ പ്രതിപക്ഷത്തെ നേരിടാൻ പറ്റുമോ VD സതീശന്റെ മന്ത്രിസഭയ്ക്ക്? കണ്ടറിയേണ്ടി വരും. കണ്ടറിയേണ്ടി വരും. ഇനി തുടങ്ങിയല്ലേ ഉള്ളൂ. ഇനിയിപ്പോ കണ്ടറിയാം കാര്യങ്ങളൊക്കെ. പിണറായിയും VD തമ്മിലുള്ള നേർക്കുനേരാണ് വരാൻ പോകുന്നത്. കണ്ടറിയാം. ഇതൊക്കെ ഏത് സ്ഥാനം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? അത് നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. ആഭ്യന്തരം കൊടുക്കണം. ആഭ്യന്തരം കുഴപ്പമില്ല, പക്ഷെ അവർ അംഗീകരിക്കുന്നില്ലല്ലോ. ആഭ്യന്തരം കൊടുക്കാൻ അംഗീകരിക്കുന്നില്ല. പിന്നെ വേറെ ഏത് സ്ഥാനം കൊടുക്കണം? അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇപ്പൊ പൊതുജനം പറയുന്ന പോലെ അവർ കേൾക്കുന്നില്ല. അവരിപ്പോ ആയില്ലേ. ആയി കഴിഞ്ഞിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ ചോദ്യം പറഞ്ഞല്ലേ VD സതീശൻ ഇന്നലെ മുഖ്യമന്ത്രിയായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ട് മുന്നേ വരെ രമേശ് ചെന്നിത്തല പേരൊക്കെ ഉയർന്നു കേട്ടിരുന്നു. ചേട്ടൻ രമേശ് ചെന്നിത്തലയുടെ നാട്ടുകാരനാണ്. അപ്പോൾ എന്താ ചേട്ടന് തോന്നുന്നത്? പുള്ളിക്ക് അർഹത ഉണ്ടായിരുന്നില്ലേ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി? രമേശ് ചെന്നിത്തല ആവണ്ടായിരുന്നു. അത് പറ്റിയില്ല. കേട്ടില്ല. മുഖ്യമന്ത്രി ആവണ്ടായിരുന്നു രമേശ് ചെന്നിത്തല. VD സതീശൻ കൊണ്ടുപോയി. ചേട്ടൻ അതിൽ മുഖ്യമന്ത്രി ആവാത്തതിലൊരു വിരോധം ഉണ്ടോ VD സതീശൻ? നല്ല വിഷമമുണ്ട്. വിഷമമുണ്ട്. എന്ത് പറ്റിയിട്ടുണ്ടാവും? മിക്കവാറും പാർട്ടിക്കുള്ളിൽ എന്ത് പറ്റി? പാർട്ടിയിൽ കളിച്ചത് ഇനിയിപ്പോ ഒരു സ്ഥാനവും ഇല്ലല്ലോ. രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് സ്ഥാനം കൊടുക്കണം എന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? മുഖ്യമന്ത്രി കിട്ടിയില്ല. ഇപ്പൊ ആഭ്യന്തര വകുപ്പ് കൊടുക്കണം.
ആഭ്യന്തര വകുപ്പാണോ പുള്ളി കൊടുക്കേണ്ടത്? പറയാനുള്ള കാരണം അല്ല അതുപോലൊരു നേതാവല്ലേ നല്ല, അതുകൊണ്ട് ഇപ്പൊ രാജിവെക്കുന്ന പല വാർത്തകളും കേൾക്കുന്നുണ്ട്. രാജിവെക്കുന്നുള്ള വാർത്ത വരുന്നുണ്ട്, രാജിവെക്കത്തൊന്നുമില്ല. രമേശിനെ രാജിവെക്കാൻ ചാൻസ് ഇല്ല. രമേശ് ചെന്നിത്തല രാജിവെക്കാനുള്ള ചാൻസ് ഇല്ല. ഇല്ല. പുള്ളിക്കൊരു സങ്കടം ഉണ്ട്. പോലത്തെ വാർത്തയിലെ കാണുമ്പോൾ വിഷ്വലൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റാത്തതിലൊരു സങ്കടമുള്ള പോലെ തോന്നുന്നു. ഇല്ല, അത് സങ്കടമുണ്ട്. നമ്മുടെ ഹരിപ്പാടുകാർക്കൊരു മുഖ്യമന്ത്രി അതായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചത്. ഇപ്പോൾ വേറെ ചോദ്യം ചോദിക്കണേ, പ്രതിപക്ഷം നയിക്കുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ ചോദ്യം പറഞ്ഞാൽ പിണറായി വിജയന്റെ പ്രതിപക്ഷത്തെ നേരിടാനുള്ള ചങ്കുറപ്പ് VD സതീശന്റെ മന്ത്രിസഭക്കുണ്ടാവും. ഉണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും. ഭയങ്കര സ്ട്രോങ് ആണല്ലോ പിണറായി വിജയൻ. ഉണ്ടാവും, രണ്ടുപേരും നല്ല സ്ട്രോങ് അല്ലേ.